രാജ്യതലസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിയിരിക്കുകയാണ് CJP. തുടർച്ചയായ 4ാം ദിനവും സമരം ശക്തമായി തുടരുകയാണ്. പോലീസിന്റെ ലാത്തിക്കോ കല്ലേറിനോ ഒന്നും യുവതയുടെ സമരവീര്യത്തെ തളർത്താനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ പോലീസ് നടപടിയും സമരക്കാർക്ക് കൂടുതൽ ആവേശം പകരുന്നതാണ് കാണുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ക്രമക്കേടിൽ ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CJPയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും. സമരക്കാരുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇന്നലെ മുതൽ അറിയിക്കുന്നുണ്ട്. തുടക്കം തൊട്ട് CJPയെ അവഗണിച്ചിരുന്ന സർക്കാരിന് ഇപ്പോൾ അവരെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അത് രാജ്യത്തെ യുവതയുടെ സമര പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ്. ദില്ലി പോലീസ് വഴിയാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചത്. ആരോഗ്യമന്ത്രി JP നദ്ദയുടെ ഓഫീസിൽ ചർച്ചയാകാമെന്ന നിർദ്ദേശം പക്ഷേ CJP നേതാക്കൾ പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ്. ഒരു മന്ത്രിയുടെയും ഓഫീസിലോ വീട്ടിലോ ചർച്ചയ്ക്ക് തങ്ങൾ വരില്ല. നിഷ്പക്ഷ വേദിയിൽ ചർച്ച നടത്തണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ചർച്ചയാകാമെന്ന് CJP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ നിലപാട് പറഞ്ഞിട്ടില്ല. ഇതോടെ ചർച്ചയ്ക്കുള്ള വഴികൾ താൽക്കാലികമായെങ്കിലും അടഞ്ഞിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഇന്ന് പാർലമെന്റിനകത്ത് സമരം കടുപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി കഴിഞ്ഞു. ലോക്സഭയിലും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലാണ്. വിഷയത്തിൽ ചർച്ചയാകാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള ചർച്ചയെന്നതിൽ വ്യക്തതയില്ല. സഭ നിർത്തിവെച്ചുള്ള ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇന്നും സഭ സ്തംഭിക്കുമെന്ന് ഉറപ്പ്. ഇന്നലെ രാഹുൽ ഗാന്ധി 3 ആവശ്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ വെച്ചത്. അതിൽ മുഖ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. എന്നാൽ അത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് BJP. കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ CJP പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്നും രാജ്യത്തെ വിദ്യാർത്ഥികളോട് മോദി മാപ്പ് പറയണമെന്നും ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചാണ് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് രംഗത്ത് വന്നിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള ആദ്യ വീഡിയോയിലൂടെയാണ് സോനം ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രം ഉറപ്പു നൽകിയ 2 കാര്യങ്ങൾ പാലിച്ചാൽ നിരാഹാര സമരം അവസാനിപ്പിക്കാമെന്ന് സോനം വാങ്ചുക് വീഡിയോയിൽ വ്യക്തമാക്കുന്നു. പാർലമെന്റിൽ ചർച്ച നടത്താമെന്നും ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുന്ന കാര്യം ആലോചിക്കാമെന്നുമാണ് ഒന്നാമത്തെ ഉറപ്പ്. രണ്ടാമത്തേത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ധനസഹായം നൽകാമെന്ന ഉറപ്പാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ അധികം കടുംപിടുത്തവുമായി സർക്കാരിന് മുന്നോട്ടു പോകാനാകില്ലെന്ന് ഉറപ്പ്.